ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരിക്കുന്ന ടോപ്പിക്ക് സോളിഡ്സ്, ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5-6 ക്ലാസ്സുകൾ നമ്മൾ സോളിഡ്സിൻ്റെ ഘനരൂപങ്ങളെ കുറിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക ഓരോന്നിൻ്റെയും പല തരത്തിലുള്ള കാര്യങ്ങൾ, ഏരിയ, അതുപോലെ തന്നെ വോളിയം, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് ചെയ്തതാണ്. ഓരോ പ്രത്യേകം ഓരോ സോളിഡ്സിനെയും നമ്മൾ എടുത്തു പഠിച്ചു. ഓരോ സോളിഡിൻ്റെയും ഷേപ്പുകൾ എന്താണ് അതൊക്കെ നമ്മൾ വരച്ചും, അതുപോലെ തന്നെ അതിൻ്റെ മെഷർമെൻറ്റുകളൊക്കെ, ഡയമെൻഷൻസ്, 3D ഫിഗേഴ്സിനെയാണ് നമ്മൾ സോളിഡ്സ് എന്ന് വിളിക്കുക. 3 ഡയമെൻഷണൽ ഫിഗേഴ്സ് ആണ്, അല്ലെങ്കിൽ ഷേപ്സ് ആണ്, ത്രിമാന രൂപങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഈ 3 ഡയമെൻഷണൽ ഫിഗേഴ്സ് അല്ലെങ്കിൽ ഇത്തരം സോളിഡ്സിൻ്റെ പല കാര്യങ്ങളും, അതിൻ്റെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ, വോളിയം, വ്യാപ്തം, വക്രതല പരപ്പളവ്, അതുപോലെ ഉപരിതല പരപ്പളവ്, ഇവയൊക്കെ ഓരോന്നും സെപ്പറേറ്റ് ഓരോ സോളിഡ് നമ്മൾ എടുത്ത് അതിൻ്റെയൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാ സോളിഡ്സും നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് വരാവുന്ന എല്ലാ സോളിഡ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു, എല്ലാത്തിൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു എന്താ പറയുക മിക്സറാണ്. അതല്ല, എല്ലാ സോളിഡ്സും കൂടി കമ്പൈൻ ചെയ്തിട്ട്, അതായത് കണക്ട് ചെയ്തിട്ട് ഒരു സോളിഡിനെ മറ്റൊരു സോളിഡുമായി കണക്ട് ചെയ്ത് കമ്പൈൻ ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഷേപ്പ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആ കൺക്ലൂഷൻ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇന്ന് സോളിഡ്സിൻ്റെ കൺക്ലൂഷനാണ്. നമ്മൾ ഘനരൂപങ്ങളെ കുറിച്ചുള്ള ടോപ്പിക്ക് 5-6 ക്ലാസ്സുകൾ കഴിഞ്ഞു. 7th ക്ലാസ് ആണ്. ഈ 7ാമത്തെ ക്ലാസ്സോടുകൂടി സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ അവസാനിപ്പിക്കുന്ന സമയത്ത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താ പറയുക, ഈ പറയുന്ന ഘനരൂപങ്ങൾ സംയോജിപ്പിച്ച് മറ്റൊരു രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ രൂപത്തിൻ്റെ വ്യാപ്തം, അതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും കൂടി നമുക്ക് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് സംയുക്തമായിട്ട് വരുന്ന ഘനരൂപങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കി അതനുസരിച്ച് ഒരു ചിലപ്പോൾ ഫിഗറായിട്ടായിരിക്കും തരിക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് തരും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ വലിച്ചു നീട്ടി എഴുതുക, ഒത്തിരി ലെങ്തി ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ വലിച്ചു നീട്ടില്ല, ചിലപ്പോൾ അത് നമ്മളത് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി നമ്മൾ അതിൻ്റെ ഷേപ്പ് വരച്ച് മനസ്സിലാക്കിയിട്ട് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു എന്താ പറയുക, ഒരു ഫയർ വർക്കിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ പടക്കം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പലതും വാങ്ങിക്കാറുണ്ടല്ലോ അല്ലേ. നമ്മൾ സീസൺസ് ഒക്കെ ആകുമ്പോൾ, വിഷു ഒക്കെ സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന ക്രാക്കേഴ്സ്, അതിൻ്റെ കൂടെ വരുന്ന ചില സാധനങ്ങൾ, അതിൽ ഒന്നിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ ഒരു ജലസംഭരണിയുടെ വാട്ടർ ടാങ്കിൻ്റെ ഷേപ്പ് ഇന്നതാണ്, അല്ലെങ്കിൽ ഒരു ടോയ് കുട്ടികൾ കളിക്കുന്ന ടോയ്സ് ഇല്ലേ, അതായത് കളിപ്പാട്ടങ്ങൾ, അത് ഇന്ന ഷേപ്പിലാണ്. ആ ഷേപ്പുകൾ നമുക്കറിയാം, ഇത് ഒരു ഷേപ്പ് ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു ഷേപ്പിനോടൊപ്പം തന്നെ മറ്റൊരു ഷേപ്പും കൂടി ഫിക്സ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഷേപ്സ് നമുക്ക് തരുമ്പോൾ അതിന്റെ വോളിയം കണ്ടുപിടിക്കുന്നതും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സോളിഡ് വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ്, ഇതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ക്വസ്റ്റ്യൻ മുഴുവനും നമ്മൾ എഴുതുന്നില്ല, പകരം അതിന്റെ ഷേപ്പ് നമുക്ക് വരയ്ക്കാം. എ സോളിഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ ഫിക്സ്ഡ് വിത്ത് എ കോൺ വിച്ച് ഹാവ് കോമൺ ബേസ്. ഒരു സിലിണ്ടർ എന്ന് പറയുമ്പോൾ വൃത്തസ്തംഭവും അതുപോലെ തന്നെ അതിന്റെ തന്നെ ബേസ് റേഡിയസ് വരുന്ന, അതായത് ബേസ് കോമൺ ആയിട്ട് വരുന്ന, രണ്ടിനും ഒരേപോലത്തെ ബേസ് ആകുക എന്ന് പറഞ്ഞാൽ ആ ബേസിന്റെ റേഡിയസ് ഒരുപോലെ ആകുക എന്നാണ് കോമൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടിനും ബേസ് ഒരുപോലെയായ, റേഡിയസ് ഒരുപോലെയായ ഒരു സിലിണ്ടറും മറ്റൊന്ന് ഒരു വൃത്തസ്തൂപികയാണ്, ഒരു കോണും തമ്മിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സോളിഡ് രൂപമാണ്. സോ അതിന്റെ ഷേപ്പ് എന്താണ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വരയ്ക്കാം. ഒരു സിലിണ്ടർ ആണ്. ഫസ്റ്റ് സിലിണ്ടർ അറ്റാച്ച്ഡ് ടു എ കോൺ ആണ്, വൃത്തസ്തൂപികയോട് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സിലിണ്ടർ കണ്ടല്ലോ. അപ്പൊ ഷേപ്പ് ഇങ്ങനെ വരും. അതായത് അടിയിൽ കാണുന്ന രൂപം അതേതാണ്, നമുക്ക് രൂപം കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഏതാണ് ആ രൂപം എന്ന്. സിലിണ്ടർ ആണ് അല്ലെ, താഴെ കാണുന്ന ആ ഒരു ഭാഗം സിലിണ്ടർ ആണ്, അതിന് വൃത്തസ്തംഭം എന്ന് മലയാളത്തിൽ പറയും. ആൻഡ് അതിന്റെ മുകളിലേക്ക് ടോപ്പിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്താണ്, സെയിം ബേസ് റേഡിയസ് ഉള്ള, പാദത്തിന്റെ ആരം സെയിം തന്നെ ആയിരിക്കണം. വ്യത്യസ്തമായിട്ടാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കില്ല, അത് അപ്പൊ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല. അതാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്, സെയിം ബേസ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ബേസ് റേഡിയസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരു രൂപമാണ്, മുകളിൽ ഒരു വൃത്തസ്തൂപിക കോണാണ്. ഇനി ഇതിന്റെ ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്, ചിലതൊക്കെ തന്നിട്ടുണ്ട്. ഇതിന്റെ ഈ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദിസ് സോളിഡ്, ഇതിന്റെ മൊത്തത്തിലുള്ള ഹൈറ്റ്, ആകെയുള്ള ഉയരം എന്ന് പറയുന്നത് 36 സെന്റിമീറ്റർ ആണ്.
സെന്റിമീറ്ററോ മീറ്ററോ വട്ടെവർ ഇറ്റ് മേ ബി. അപ്പോൾ ഇതിന്റെ എന്താ പറയാ റേഡിയസ് എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ ആണ്. 24 ഈസ് ദ ഡയമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 24 സെന്റിമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഡയമീറ്റർ 24 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെ വരും? ഡി എന്ന് പറയുന്നത് ഇവിടെയും 24 സെന്റിമീറ്റർ തന്നെയാണ്. ഇനി സിലിണ്ടറിന്റെ മാത്രം ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സിലിണ്ടറിന്റെ മാത്രം ഹൈറ്റ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത്രയും ഇൻഫോർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു എന്താ പറയാ സോളിഡ് രൂപത്തിന്റെ ടോട്ടൽ വോളിയം എത്രയാണ്? ഈ ഒരു സോളിഡ് രൂപം എന്ന് പറയുന്നത് പ്രത്യേകം 2 സോളിഡ്സ് ചേർന്ന് കമ്പൈൻ ചെയ്തിട്ട് വച്ചിരിക്കുന്ന ഒരു ഷേപ്പ് ആണെന്ന് ഓർക്കുക. സിലിണ്ടർ ആൻഡ് കോൺ, വൃത്തസ്തൂപികയും വൃത്തസ്തംഭവും ചേർന്നതാണ് ഈ സോളിഡ് രൂപം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ടിന്റെയും സെപ്പറേറ്റ് വോളിയംസ് കാണണം അല്ലെ? എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ? അതായത് വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് കോൺ, വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം പ്ലസ് വൃത്തസ്തൂപികയുടെ വ്യാപ്തം, രണ്ടും സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് അത് പ്ലസ് ചെയ്യുക. അത് ഒറ്റയടിക്ക് ഈക്വേഷൻ എഴുതാണെങ്കിൽ രണ്ടിനും പ്ലസ് ഇട്ട് നമ്മൾ എഴുതിയാൽ മതി. ദ സം ഓഫ് ദ വോളിയം ഓഫ് സിലിണ്ടർ ആൻഡ് കോൺ ആണ്. അതായത് വൃത്തസ്തംഭത്തിന്റെയും വൃത്തസ്തൂപികയുടെയും വ്യാപ്തങ്ങളുടെ തുകയാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതാണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്, ഈ രൂപത്തിന്റെ ആകെ വ്യാപ്തം കാണണമെങ്കിൽ. അപ്പൊ നമുക്ക് വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ അറിയണം, അവയ്ക്ക് തന്നിരിക്കുന്ന ഡയമെൻഷൻസ് ഇവിടെ ഉണ്ടോ എന്നറിയണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വോളിയം ഓഫ് സിലിണ്ടർ ആണ്. വൃത്തസ്തംഭമാണ് സ്തംഭം. സ്തൂപിക മീൻസ് അത് പോയിന്റ് ചെയ്തിരിക്കുന്ന ഇതാണ് കേട്ടോ. അപ്പൊ വൃത്തസ്തംഭത്തിന്റെ പേര് മാറരുത്, ഇക്വേഷൻ മാറിപ്പോകും. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ് നമ്മൾ കാണേണ്ടത്. വോളിയം ഓഫ് സിലിണ്ടർ എന്താണ് ഇക്വേഷൻ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രോബ്ലംസ് അതുമായി റിലേറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ചെയ്തതാണ്. എന്താണ് വോളിയം ഓഫ് സിലിണ്ടർ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതായത് സിലിണ്ടർ ഇതാണ് വൃത്തസ്തംഭം. ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ പാദം എന്ത് ഏരിയ ആണ്? ഒരു സർക്കിൾ ആണ്. പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. നമ്മൾ പറഞ്ഞു ഇക്വേഷൻ ഇതാണ്. പൈ ആർ സ്ക്വയർ എച്ച് ആണ് എന്താണ് വോളിയം ഓഫ് സിലിണ്ടർ കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ വൃത്തസ്തംഭത്തിന്റെ ഏരിയ കാണാനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ നോക്കാം. പൈ ഇൻറ്റു അത് നമുക്ക് തന്നിട്ടില്ല എങ്കിലും അത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എടുത്ത് ചെയ്താൽ റേഡിയസ്. വാട്ട് ഈസ് ദ റേഡിയസ്? ഡയാമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 24 സെന്റിമീറ്റർ. സോ റേഡിയസ് വിൽ ബി 24/2 12 സെന്റിമീറ്റർ. കണ്ടല്ലോ, ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ എഴുതുന്നത്. റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു, ഡയമീറ്ററിൽ നിന്നും റേഡിയസ് കണ്ടുപിടിച്ചു. ഇനി എച്ച്, സിലിണ്ടറിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ടോ നോക്കിയേ? ഉണ്ടല്ലോ. മൊത്തത്തിൽ 36 സെന്റിമീറ്റർ ആണ്. ഇത് എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്ത് അകത്ത് നമുക്ക് മെഷർമെന്റ് തന്നിട്ടുണ്ട്. 30 ആണ് അതിന്റെ ഡയമെൻഷൻ എച്ച് എന്ന് പറയുന്നത്. അപ്പൊ എച്ച് ഓൾറെഡി ഗിവൺ 30 സെന്റിമീറ്റർ. അപ്പൊ നമുക്കത് അവിടെ കൊടുത്താൽ പൈ ആർ സ്ക്വയർ എച്ചില് പൈ ഇൻറ്റു ആർ സ്ക്വയർ മീൻസ് 12 സ്ക്വയർ ഇൻറ്റു എച്ച് എത്രയാണ്? 30 ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ വോളിയം കിട്ടും. ഏത്? വോളിയം ഓഫ് സിലിണ്ടർ, വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ് കിട്ടുക. അപ്പൊ നമുക്ക് പൈ ആർ സ്ക്വയർ എച്ച് കാണാം. ആർ സ്ക്വയർ 12ന്റെ സ്ക്വയർ ആണ്. 12ന്റെ സ്ക്വയർ എത്രയാണ്? 144 144 ഇൻറ്റു എച്ച് എത്രയാണ്? 30 ആണ്. നമുക്ക് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 0 മാറ്റി നിർത്തി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 4 12 ബാലൻസ് 1 12 പ്ലസ് 1 13 ബാലൻസ് 1 1 × 3 3 1 4 432. പൈ നമ്മൾ വാല്യൂ ഗുണിച്ചിട്ടില്ല. സോ പൈ നമ്മൾ അവിടെ എടുത്ത് എഴുതണം. ഒരു 0 നമ്മൾ കൊടുക്കാനുണ്ട്. കാരണം 144 ഇൻറ്റു 3 ചെയ്തുള്ളൂ. ഒരു 0 30യുടെ 0 നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 4320 പൈ സെന്റിമീറ്റർ ക്യൂബ് ഈസ് ദ വോളിയം ഓഫ് സിലിണ്ടർ. നമുക്ക് കിട്ടിയത് വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ്. മാത്രം ചെയ്താൽ മതിയോ? അത് മാത്രം ചെയ്താൽ മതിയോ? ടോട്ടൽ വോളിയം ആണ് കാണേണ്ടത്, ആകെ വ്യാപ്തമാണ് കാണേണ്ടത്. ആ ഒരു ഷേപ്പിലുള്ള സോളിഡ് ഘനരൂപത്തിന്റെ മൊത്തത്തിലുള്ള വ്യാപ്തമാണ് കാണേണ്ടതെങ്കിൽ വി ഹാവ് ടു ഓൾസോ ഫൈൻഡ് ദ വോളിയം ഓഫ് കോൺ. അപ്പൊ നമുക്കത് ഇവിടെ ചെയ്യാം. വോളിയം ഓഫ് കോൺ അല്ലെങ്കിൽ വൃത്തസ്തൂപികയുടെ പേരും മാറരുത്. പേര് മാറിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ഇക്വേഷൻ മാറിപ്പോകും. വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണാം. എന്താണ് വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണാൻ ഇക്വേഷൻ? ഓർമ്മയുണ്ടോ? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. 1/3 പൈ ആർ സ്ക്വയർ എച്ച് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അവിടെയും നമുക്ക് തന്നിരിക്കുന്ന ഈ ഡയമെൻഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. റേഡിയസ് കോമൺ റേഡിയസ് ആണ്. റേഡിയസ് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു. എത്രയായിരുന്നത്? 12 സെന്റിമീറ്റർ. 12 സെന്റിമീറ്റർ. ആൻഡ് എച്ച് എന്ന് പറയുന്നത് ഏതിന്റെയാണ്? നമ്മളിപ്പോ ചെയ്യുന്നത് കോണിന്റെയാണ്, വൃത്തസ്തൂപികയുടെ ആണ്. അപ്പൊ വൃത്തസ്തൂപികയുടെ മാത്രം ഉയരം നമുക്ക് കാണണം. ഇവിടെ തന്നിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയ ഫിഗറിൽ ഞാൻ എഴുതിയിട്ടില്ല. ടോട്ടൽ
ഹൈറ്റ് ഓഫ് ദിസ് സോളിഡ്. ഈ ഘനരൂപത്തിന്റെ മൊത്തത്തിലുള്ള ഉയരമാണ് ഞാനിവിടെ സൈഡിൽ അതേ നോക്കുക, താഴെ നിന്ന് വരച്ചിരിക്കുന്ന ആ ഒരു ഡോട്ടഡ് ലൈൻസിൽ വരച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. 36 സെന്റിമീറ്റർ തന്നിരിക്കുന്നത്. കോണിന്റെ ആ വെർട്ടെക്സ് മുതൽ നമ്മുടെ സിലിണ്ടറിന്റെ ബേസ് വരെയുള്ള മൊത്തം ഹൈറ്റ് ആണ്, ദാറ്റ് ഈസ് 36 സെന്റിമീറ്റർ. അതിൽ നമുക്കറിയാം സിലിണ്ടറിന്റെ ഹൈറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് 30 ആണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹൈറ്റ് ആരുടെയാണ്? കോണിന്റെയാണ്. അപ്പൊ 36ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? 30 മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6 ഈസ് ദ ഹൈറ്റ് ഓഫ് കോൺ. കോണിന്റെ അതായത് നമ്മളുടെ വൃത്തസ്തൂപികയുടെ മാത്രം ഉയരം നമുക്ക് 6 കിട്ടുന്നു. ഇത് നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. 1/3 പൈ അങ്ങനെ കൊടുക്കുന്നു. r², റേഡിയസ് 12 ആണ്. 12² എന്ന് പറയുമ്പോൾ 12 × 12. h എത്രയാണ്? നമ്മളിപ്പോൾ ചെയ്ത് കണ്ടുപിടിച്ച 6 ആണ്. അവിടെ ഇവിടെ നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. 4നെ നമുക്ക് 4 പ്രാവശ്യം 3നെ നമുക്ക് 12ൽ വെട്ടിച്ചെറുതാക്കാം. അപ്പൊ 4 വെട്ടി 12 വെട്ടി നമ്മൾ 4 എഴുതി, 3 വെട്ടി കളഞ്ഞു. അപ്പൊ താഴെ ഇനി ഡിനോമിനേറ്റർ ഒന്നുമില്ല, ഇനിയുള്ളത് എന്താണ്? ഒക്കെ ന്യൂമറേറ്ററിലെ കിടക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ 4 × 12 എത്രയാണ്? 48. അത് ഓൾറെഡി അറിയാം. ഇൻറ്റു 6 ഉണ്ട്, 6 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 6 8 48, ബാലൻസ് 4 24 ആണ്. 6 4 24 + 4 28, 288 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഇത് നമുക്ക് കിട്ടിയത് കോണിന്റെ അതായത് വൃത്തസ്തൂപികയുടെ വ്യാപ്തമാണ്. അപ്പൊ രണ്ടെണ്ണത്തിന്റെ വ്യാപ്തം നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വോളിയം ഓഫ് ദിസ് സോളിഡ്, ഈ ഒരു ഘനരൂപത്തിന്റെ ആകെ വ്യാപ്തം നമുക്ക് കണ്ടുപിടിക്കാം. സെപ്പറേറ്റ് കിട്ടിയല്ലോ, അപ്പൊ പിന്നെ അത് കൂട്ടിയാൽ പോരെ. ആദ്യം കിട്ടിയത് എത്രയാണ്? 4320 പൈ സെന്റിമീറ്റർ ക്യൂബും ഇപ്പൊ കിട്ടിയത് 288 പൈ സെന്റിമീറ്റർ ക്യൂബും. പൈ നമ്മൾ കൂട്ടിയാൽ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. 10 ബാലൻസ് 1 ഉണ്ട്. 5 1 6, 4608 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ് ഈ ഒരു ഘനരൂപത്തിന്റെ മൊത്തത്തിലുള്ള വ്യാപ്തം എന്ന് കിട്ടുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു സോളിഡിനെ മറ്റൊരു സോളിഡുമായിട്ട് കമ്പൈൻ ചെയ്ത് അത്തരം കിട്ടുന്ന ഒരു രൂപത്തിന്റെ, അതും ഒരു ഘനരൂപമായിരിക്കും, ആ ഒരു ഘനരൂപത്തിന്റെ വോളിയം അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സെപ്പറേറ്റ്ലി നമ്മൾ ഓരോന്നിന്റെയും തന്നിരിക്കുന്നത് എന്താണോ ചോദിച്ചിരിക്കുന്നത്, ലാറ്ററൽ സർഫസ് ഏരിയ ആണെങ്കിൽ അത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വോളിയംസ് ആണെങ്കിൽ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് അത് കിട്ടുന്ന ആൻസേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. കിട്ടിയല്ലോ. ഇപ്പൊ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ ഏതാണ്? ഒരു സിലിണ്ടറിന്റെ മുകളിൽ ഒരു കോൺ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സോളിഡ് രൂപമാണ്. അതായത് ഒരു വൃത്തസ്തംഭത്തിന്റെ മുകളിൽ വൃത്തസ്തൂപിക ഘടിപ്പിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സോളിഡ് ഘനരൂപത്തിന്റെ കാര്യമാണ് നമ്മൾ ചെയ്തത്. അതിന്റെ ടോട്ടൽ വോളിയം നമുക്ക് കിട്ടിയത് 4608 പൈ സെന്റിമീറ്റർ ക്യൂബ് ആണ്. സെന്റിമീറ്റർ ക്യൂബ് ഒക്കെ നമ്മുടെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എഴുതാനായിട്ട് മറക്കരുത്. സെന്റിമീറ്റർ സ്ക്വയർ അല്ല, സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയത്തിൻ്റെത്. ഓർക്കുക, മീറ്റർ ആണെങ്കിൽ അത് മീറ്റർ ക്യൂബിൽ എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരെണ്ണം നമ്മളുടെ കഴിഞ്ഞു. അടുത്തത് ഇനി എന്തൊക്കെ ഇതുപോലെയുള്ള സോളിഡ്സ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് നോക്കാം. മറ്റൊന്ന് തന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു വാട്ടർ ടാങ്കിന്റെ ജലസംഭരണിയുടെ ഒരു ഷേപ്പാണ്. ജലസംഭരണിയുടെ ഷേപ്പ് പറഞ്ഞിരിക്കുന്നത് ഒരു സിലിണ്ടറിന്റെ, അതായത് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടറിന്റെ ഒരു മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹെമിസ്ഫിയർ പിടിപ്പിച്ച രീതിയിലാണ്. ഹെമിസ്ഫിയർ അർദ്ധഗോളം ഘടിപ്പിച്ച. അപ്പോൾ ഓർക്കുക, അത് ഘടിപ്പിക്കണമെങ്കിൽ വാട്ടർ ടാങ്ക് ആണ്, അതിന് ലീക്കേജ് വരാൻ പാടില്ല. സോ ദ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ആൻഡ് ദ ഹെമിസ്ഫിയർ ഷുഡ് ബി സെയിം. നമുക്കറിയാം ഈ സിലിണ്ടറിന്റെ, അതായത് നമ്മുടെ വൃത്തസ്തംഭത്തിന്റെയും അർദ്ധഗോളത്തിന്റെയും പാദത്തിന്റെ ആരം സെയിം ആയിരിക്കണം. അത് രണ്ടും കറക്റ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ അത് നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പാണ്, അർദ്ധഗോളമാണ് ഇത്. അർദ്ധഗോളമൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വരച്ചോ. അപ്പൊ അർദ്ധഗോളം, ഈ അർദ്ധഗോളത്തിൽ ഒരു എന്താ പറയുക, താഴെ ഒരു സിലിണ്ടർ ഷേപ്പിൽ വൃത്തസ്തംഭം ഘടിപ്പിച്ച രീതിയിലാണ്. ഇനി ഇതിന്റെ എന്തൊക്കെ ഡയമെൻഷൻസ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇതിന്റെ ഡയമീറ്റർ തന്നെയാണ് തന്നേക്കണേ, അതായത് ഡയാമീറ്റർ, റേഡിയസ് അല്ല, ഡയമീറ്റർ തന്നിരിക്കുന്നു. 16 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ തന്നിരിക്കുന്നത്. ആൻഡ് ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ടാങ്ക്, ഈ ജലസംഭരണിയുടെ ആകെ ഉയരം അല്ലെങ്കിൽ നീളമെന്നോ ഉയരമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇതിന്റെ മൊത്തം നീളം തന്നിരിക്കുന്നത് 15 മീറ്റർ ആണ് കേട്ടോ. ഇതൊക്കെ മീറ്റർ ആണ്. 16 മീറ്ററും 15 മീറ്ററും ആണ്. അപ്പൊ ഇത് ഡയമീറ്റർ 16 മീറ്റർ ആണ്. ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. ഇനി എന്താണ്, നമുക്ക് ഇതിനകത്ത് മറ്റൊന്നും തന്നെ തന്നിട്ടില്ല. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ വോളിയം ഓഫ് ദിസ് വാട്ടർ ടാങ്ക്. ഇതിനകത്ത് എത്ര വെള്ളം കൊള്ളും, അത് ലിറ്ററിലോ അല്ലെങ്കിൽ തന്നിരിക്കുന്നത് എന്താണോ അതിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് പൈ വാല്യൂ ഗുണിക്കേണ്ടി വരും. × 1000 ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടൊക്കെ.
അപ്പൊ നമ്മൾ ഇതിന്റെ ടോട്ടൽ വോളിയം കാണണം. അപ്പൊ ഏതൊക്കെ ഷേപ്പാണ് അതിനകത്തുള്ളത് നോക്കുക. ആ ഷേപ്സിന്റെ ഒക്കെ ഡിഫറെന്റ് വോളിയംസ് കാണുക, അത് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ ഏതൊക്കെ വോളിയം വേണം നമുക്ക്? വോളിയം ഓഫ് ഹെമിസ്ഫിയർ വേണം, അതുപോലെ തന്നെ വോളിയം ഓഫ് സിലിണ്ടർ വേണം. വ്യാപ്തം വേണ്ടത് അർദ്ധഗോളത്തിന്റെ വ്യാപ്തവും അതുപോലെ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തവും. അപ്പൊ നമുക്ക് ഓരോന്ന് ചെയ്യാം. ആദ്യം കിടക്കുന്നത് മുകളിൽ ഇരിക്കുന്നത് ഹെമിസ്ഫിയർ ആണ്. വോളിയം ഓഫ് ഹെമിസ്ഫിയർ, അർദ്ധഗോളത്തിന്റെ വ്യാപ്തം. അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ ഓർത്ത് നോക്കിയേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് കണക്കുകളൊക്കെ ചെയ്തതാ. ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്നത് എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നൊരു ക്ലാസ് നമ്മൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇത് ഓരോന്നും സെപ്പറേറ്റ് വോളിയവും ലാറ്ററൽ സർഫസ് ഏരിയ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചതാണ്. പക്ഷെ ഇത് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ആ ഒരു സോളിഡ് രൂപം ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ അതിനെ ഒന്ന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും, അത് ആ രീതിയോ ആ ഷേപ്പൊക്കെ ഒന്ന് വരച്ച് അത് കൺസ്ട്രക്ട് ചെയ്തിട്ട് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് ആവശ്യമായതെല്ലാം ഉണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാനുണ്ടോ അതൊക്കെ കണ്ടുപിടിച്ച് നമുക്കറിയാലോ അത് കണ്ടുപിടിക്കാൻ. അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിന്റെ വോളിയംസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2/3 πr³. അപ്പോൾ റേഡിയസ് ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് അർദ്ധഗോളം ആകുമ്പോൾ അതിന്റെ ഒരു ഡയമെൻഷൻ മാത്രമേ അറിഞ്ഞാൽ മതി, റേഡിയസ് മാത്രം അറിഞ്ഞാൽ മതി. അതിന് റേഡിയസിന് നമുക്ക് ഇവിടെ ഓൾറെഡി ഡയമീറ്റർ തന്നിട്ടുണ്ട് 16 സെന്റിമീറ്റർ. therefore റേഡിയസ് ഈക്വൽ ടു 16/2 8 മീറ്റർ ആണ്. 8 മീറ്റർ ആണ് നമുക്ക് ഇതിന്റെ വ്യാസം തന്നത്. 16 ആയിരുന്നു. അപ്പൊ നമ്മൾ ആരം കണ്ടുപിടിച്ചു 8 സെന്റിമീറ്റർ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ കൊടുക്കുന്നു 2/3 പൈ ഇൻറ്റു 8³ ആണ്. റേഡിയസിന്റെ ക്യൂബ് 8³ ആണ്. 8ന്റെ ക്യൂബ് 2π/3. വെട്ടി ചെറുതാക്കാൻ പറ്റില്ല, കാരണം അത് 8 ആണ്. 8നെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 8ന്റെ ക്യൂബ് എത്രയാ? 64. 8ന്റെ സ്ക്വയർ ആണ്. ഒരു 8 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 32, ബാലൻസ് 3, 48, 512 നമുക്ക് ഇതിന്റെ ക്യൂബ് കിട്ടും. എന്നാൽ തീർന്നില്ല, ഇനി ഇത് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 4, 2 10, 1024 π/3 സെന്റിമീറ്റർ ക്യൂബാണ് കേട്ടോ. മീറ്റർ ക്യൂബാണ്. 1024 π/3 മീറ്റർ ക്യൂബാണ് നമുക്ക് എന്തിന്റെ കിട്ടിയത്? അർദ്ധഗോളത്തിന്റെ മാത്രം വ്യാപ്തം കിട്ടിയത്. അതിനകത്ത് അത്രയുമാണ് അതിന്റെ കപ്പാസിറ്റി. അതാണ് 1024/3 π/3 ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ആൻസർ ഡെസിമലിലാണ്. അത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു തന്നതാ ഞാൻ, അല്ലെ? ഡെസിമലിലാണ് നമുക്ക് കിടക്കുന്ന ആൻസർ. ഇഫ് ദർ ഇസ് നോ പൈയുടെ വാല്യൂ ഒന്നും നമുക്ക് ഒന്നും അവിടെ ആൻസറിൽ ഇല്ല, നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷനിൽ ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം പൈ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് /3 3 കൊണ്ട് ഹരിച്ചിട്ടുമുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. അതുകൂടി ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് വേണ്ടത് വോളിയം ഓഫ് സിലിണ്ടർ ആണ്. അതായത് നമ്മളുടെ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം വോളിയമാണ്. ഇപ്പൊ തന്നെ നമ്മൾ ചെയ്താണ് ഇക്വേഷൻ. πr²h ആണ്. അതായത് 1/3 ഇല്ല, മറ്റേത് πr²h ആണ് വോളിയം ഓഫ് സിലിണ്ടർ. πr²h നമുക്ക് കൊടുക്കാം. അപ്പൊ ഓർക്കുക, നമുക്ക് പൈയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ ആ റേഡിയസിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 8² മീറ്റർ ആണ്. ഇൻറ്റു h നമുക്ക് തന്നിട്ടുണ്ടോ നോക്കിയേ. ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് ഉണ്ടോ? അപ്പൊ നമുക്ക് അവിടെ അതില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? അതവിടെ മിസ്സിംഗ് ആണ്. എന്തെങ്കിലും മാർഗം ഉണ്ടോ അത് കണ്ടുപിടിക്കാനായിട്ട്? മുകളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഹെമിസ്ഫിയർ ആണ്, ഒരു അർദ്ധഗോളമാണ്. ഓർക്കണം, അർദ്ധഗോളമാണ്. ആ താഴെയുള്ള സിലിണ്ടറിന്റെ മുകളിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പോ ഇതിന്റെ മൊത്തം ഹൈറ്റ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ടല്ലോ. എത്രയാണത്? മൊത്തം ഹൈറ്റ് 15. മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത് 15 ആണെങ്കിൽ ഈ പറയുന്ന സിലിണ്ടറിന്റെ മാത്രം ഉയരം നമുക്ക് തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഒരു കാര്യം നമുക്കറിയാം, റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു 8 ആണെന്ന്, അല്ലെ? ആ 8 തന്നെയല്ലേ റേഡിയസ് ഓഫ് ഗോളമല്ലേ ഇത്? അർദ്ധഗോളം. ഗോളം എന്ന് പറയുമ്പോൾ 8 ഇങ്ങോട്ടും താഴോട്ടും ഒക്കെ 8 തന്നെയാ. സൈഡിലോട്ടായാലും എല്ലാം 8 മീറ്റർ തന്നെയാണ്. അപ്പൊ താഴോട്ട് ഒരു 8 നമ്മൾ എന്ത് ചെയ്യണം? 15 കുറയ്ക്കണം. അപ്പൊ ഹൈറ്റ് ഓഫ് കോണിന്റെ വൃത്തസ്തംഭത്തിന്റെ മാത്രം ഉയരം എന്ന് പറയുന്നത് കാണാൻ 15 നമ്മൾ 8 കുറയ്ക്കുക. സോ അത് h ഓഫ് ഹൈറ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ മാത്രം ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 7 മീറ്റർ. കണ്ടോ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ എല്ലാം നേരിട്ട് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, അടുത്തതിൽ കൊടുക്കാനായിട്ട്. അപ്പൊ ഹൈറ്റ് ഓഫ് കോൺ കിട്ടി, h ആണ്. h നമുക്ക് കിട്ടിയത് 7 ആണ്. അവിടെ കൊടുക്കാം. 8ന്റെ സ്ക്വയർ 64, 64 × 7 28, ബാലൻസ് 2, 42 44, 448 പൈ എന്ന് കിട്ടും. സെന്റിമീറ്റർ ക്യൂബ് ആണ്. മീറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നത്. ഒരു വാട്ടർ ടാങ്ക് ആണ്.
അപ്പം സെൻറ്റിമീറ്റർ ആവില്ല, എന്തായാലും മീറ്റർ ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന യൂണിറ്റ് അനുസരിച്ച് അവിടെ കൊടുത്താൽ മതി. സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും വോളിയംസ് സെപ്പറേറ്റ് കിട്ടി. സിലിണ്ടറിൻ്റെ വോളിയം കിട്ടി, വോളിയം ഓഫ് ഹെമിസ്ഫിയറും കിട്ടി. അർദ്ധഗോളത്തിൻ്റെയും വൃത്തസ്തംഭത്തിൻ്റെയും സെപ്പറേറ്റ് കിട്ടി. ദെർഫോർ ടോട്ടൽ വോളിയം, ആകെ വ്യാപ്തം കാണാനായിട്ട് ആദ്യം കിട്ടിയത് 1024/3 പൈയും പ്ലസ് 448 പൈയും. നോക്കേ, ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഒരെണ്ണം ഫ്രാക്ഷൻ ആയിട്ട് കിടക്കണം. ബൈ 3 ഉണ്ട്, ഇപ്പുറത്ത് ബൈ 3 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടിയിൽ ഒരു 1 ഇട്ട് കൊടുത്ത് ഇൻറ്റു 3 അടിയിലും മുകളിലും, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇൻറ്റു 3 ചെയ്യുക. എന്തിനാ അത്? കോമൺ ഡിനോമിനേറ്റർ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? ഒരെണ്ണം ഫ്രാക്ഷൻ ആയിട്ട് മറ്റൊന്ന് ഹോൾ നമ്പർ ആയിട്ടോ കിടക്കുന്നത്, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 1024 π/3 അങ്ങനെ തന്നെ എഴുതുന്നു. പ്ലസ് ഇത് 3 കൊണ്ട് ഗുണിക്കുന്നു. 3 × 8 24, ബാലൻസ് 2 ഉണ്ട്. 4 × 3 12, 12ന്റെ ബാക്കി 4, 12ഉം 2ഉം 14. വീണ്ടും ബാലൻസ് 1 ഉണ്ട്. 4 × 3 12, 1 13/3 പൈ. കിട്ടിയല്ലോ? ഇവിടെ നോക്കാം, പൈയുടെ വാല്യൂ നമ്മൾ ഗുണിക്കാത്തത് കൊണ്ട് പൈ അവിടെ ചേർത്ത് ചെയ്തു. ഇപ്പം കോമൺ ഡിനോമിനേറ്റർ സെയിം ആയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 1024 പൈ പ്ലസ് 1344 π/3 രണ്ടും കൂടി കൂട്ടാം. 1024ഉം 1344 കൂടി കൂട്ടുമ്പോൾ പൈ ഇവിടെ എടുത്ത് എഴുതാം. 4 4 8, 4 2 6, 3 0 ആണ്. അപ്പൊ 3 തന്നെ. 1 1 2, 2368 പൈ മീറ്റർ ക്യൂബ് ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ സോളിഡ്. ഈ ഒരു വാട്ടർ ടാങ്കിന്റെ ആകെ വ്യാപ്തമാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ സിലിണ്ടറിന്റെ വ്യാപ്തവും അതുപോലെ അതിനോട് മുകളിൽ ഘടിപ്പിച്ച ആ ഹെമിസ്ഫിയർ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കൂടി ചേർന്ന് നമുക്ക് കിട്ടിയ ആകെ വ്യാപ്തം കണ്ടല്ലോ. അപ്പോൾ ഒരു സോളിഡ് മറ്റൊരു സോളിഡുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു രൂപമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ 2 ക്വസ്റ്റ്യൻസും കണ്ടല്ലോ. ഒരെണ്ണത്തിൽ ആദ്യത്തേതിൽ ഹെമിസ്ഫിയറും ആദ്യത്തേതിൽ ഒരു കോണും ഒരു സിലിണ്ടറും തമ്മിൽ ഫിക്സ് ചെയ്തതായിരുന്നു. രണ്ടാമത്തേതിൽ ഒരു സിലിണ്ടറും ഒരു ഹെമിസ്ഫിയറും തമ്മിൽ ഫിക്സ് ചെയ്തതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അതുകൂടി ഒന്ന് പറയാം. അത് ക്വസ്റ്റ്യൻ ഇതാണ്: എ സിലിണ്ടർ ഓഫ് റേഡിയസ് 8 cm ആൻഡ് ഹൈറ്റ്, ക്വസ്റ്റ്യൻ തന്നെ പറയണം, അത് ഫിഗർ വരയ്ക്കണമെന്നില്ല. ഹൈറ്റ് 12 cm ഈസ് melted and recast into spheres of radius 3 cm. How many spheres can be made? ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അതായത് ഇതിൽ നിന്നും ഈ സോളിഡ്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സിലിണ്ടർ അറിയാലോ, ഷേപ്പ് ഇതാണ്. ടോപ്പ് ആൻഡ് ബോട്ടം സർക്കുലർ ഷേപ്പിൽ വരുന്നതാണ് ഈ ഒരു സിലിണ്ടർ. ഈ സിലിണ്ടറിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് r is 8 cm. അതിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് h എന്ന് പറയുന്നത് 12 cm തന്നിട്ടുണ്ട്. ഇനി ഇതിനെ എന്ത് ചെയ്യുന്നു? മെൽറ്റ് ചെയ്ത്, ഇപ്പൊ നമ്മൾ ഒന്ന് വിചാരിക്കുക, ഈ ഷേപ്പിലുള്ള ഇതൊരു സിലിണ്ടർ, നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കാൻഡിൽസ് ഇല്ലേ, നമ്മൾ വണ്ണമുള്ളതും വണ്ണം കുറഞ്ഞതും ഒക്കെ പല ഡിഫറെന്റ് എന്താ പറയുക വിഡ്ത്തിലുള്ള ഡയമീറ്റേഴ്സിലുള്ള അല്ലെങ്കിൽ റേഡിയസിലുള്ള കാൻഡിൽസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, പല വലിപ്പത്തിൽ. അപ്പൊ അതൊരു കാൻഡിലാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു വണ്ണത്തിലുള്ള അല്ലെങ്കിൽ അത്രയും ഇതുള്ള ഒരു കാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മെൽറ്റ് ചെയ്യുന്നു, ഉരുക്കുന്നു. അത് എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്, ഉരുക്കുക എന്നുള്ളതിന് മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കാൻഡിൽസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ അത് ഉരുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കിട്ടുന്ന ആ ഒരു അതിന്റെ എന്താ പറയാ കിട്ടിയിരിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, ഉരുക്കുമ്പോൾ കിട്ടുന്ന ലിക്വിഡ്, അത് ഉപയോഗിച്ച് അത് നമുക്കറിയാം വീണ്ടും അതിനെ നമുക്ക് തണുപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വീണ്ടും അത് മെഴുകായിട്ട് തന്നെ അത് സോളിഡ് ഫോമിലേക്ക് പോകും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ഫിയേഴ്സ് ആക്കുന്നു, ചെറിയ ചെറിയ ഗോളങ്ങളാക്കുന്നു. ആ കിട്ടുന്ന ഗോളങ്ങളിൽ ഒരെണ്ണത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 3 cm ആയിരിക്കണം. കുഞ്ഞു 3 cm റേഡിയസ് ഉള്ള, ഇവിടെ റേഡിയസ് എത്രയായിരുന്നു? 8 ആയിരുന്നു. ഇതിന് ഇത്രയും റേഡിയസ് ഉള്ളത് വേണ്ട, കുറച്ചും കൂടി ചെറുതായിട്ടുള്ള സ്ഫിയേഴ്സ് ആണ് ഉരുണ്ട് ടൈപ്പിൽ
നമ്മൾ അത് വെച്ചിട്ട് എന്താ പറയുക ഉണ്ടാക്കുകയാണ്. അതാണ് പറഞ്ഞേക്കുന്നത് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആ ഒരു കിട്ടുന്ന ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ഇത് മുഴുവൻ മെൽറ്റ് ചെയ്ത് ഉരുക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ലിക്വിഡ് ഉപയോഗിച്ച് എത്ര അങ്ങനത്തെ സ്ഫിയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യണം? സ്ഫിയർ ആണ് ഉണ്ടാക്കുന്നത്. ചെറിയ ചെറിയ റേഡിയസുകളുള്ള, അതായത് 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സ്ഫിയർ ആണ് ഉണ്ടാക്കുക നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദിച്ചത്. ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച്, ഇത് മെൽറ്റ് ചെയ്ത് കിട്ടുന്ന ലിക്വിഡ് ഉപയോഗിച്ച് എത്ര എണ്ണം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? എങ്ങനെയായിരിക്കും ആ ഒരു സൊല്യൂഷനിലേക്ക് എത്താം? ഇത് ഉരുക്കാണല്ലോ എന്ന് വെച്ചാൽ ഇത് ഉരുക്കി കഴിയുമ്പോൾ അതിന്റെ ആ വോളിയം കിട്ടും, വ്യാപ്തം. മനസ്സിലായല്ലോ? അത് ഒരു മെഴുകാണ്. അതിനകത്തുള്ള അത് മുഴുവൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഉരുക്കാണ് അത്. അപ്പോൾ അതിന്റെ വോളിയമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വോളിയം ഓഫ് സിലിണ്ടർ, വ്യാപ്തം കാണണം. ഏതിന്റെ? വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കാണുക. വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം ഇസ് ഈക്വൽ ടു അറിയാം പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അതിന് പൈ ഇൻറ്റു ആർ, റേഡിയസും തന്നിട്ടുണ്ട്, എച്ചും തന്നിട്ടുണ്ട്. ആർ സ്ക്വയർ മീൻസ് 8 സ്ക്വയർ ഇൻറ്റു എച്ച് 12 തന്നിട്ടുണ്ട്. പൈ ഇൻറ്റു 64 ഇൻറ്റു 12. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ്. അപ്പോൾ 64 ഇൻറ്റു 12 ഗുണിച്ച് എഴുതാം. 8 12 4 6 8 6 7 768 പൈ സെന്റിമീറ്റർ ക്യൂബ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ വോളിയം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തത് നമ്മൾ വോളിയം ഓഫ് 1 സ്ഫിയർ ആണ്. ഒരെണ്ണത്തിന്റെ ഒരു സ്ഫിയർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ വോളിയം എത്രയാണോ അത് കണ്ടുപിടിക്കുന്നു. വോളിയം ഓഫ് സിലിണ്ടർ, സോറി സ്ഫിയർ. സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4/3 പൈ ആർ ക്യൂബ് ആണ്. 4/3 പൈ ആർ ക്യൂബ് ആണ്. 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ്. ആർ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയുള്ള റേഡിയസ് ഉള്ളതാണ് നമുക്ക് ഉണ്ടാക്കേണ്ട സ്ഫിയർ? ഗോളത്തിന്റെ റേഡിയസ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, 3 ആണ്. ആ 3 ആണ്. അപ്പൊ 3 ക്യൂബ്. 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3. 3 പ്രാവശ്യം എഴുതിയതിന്റെ കാരണം എന്താന്ന് നോക്കിയാൽ ഇവിടെ നമുക്കൊരു 3 നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. 3 3 പോയി. 9 3 9 9 ഇൻറ്റു 4 9 4s are 36 പൈ എന്ന് കിട്ടും. ഇനി എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മളുടെ ചോദ്യം. ഇതൊന്നുമല്ല ചോദ്യം, ടോട്ടൽ വോളിയം കാണാനൊന്നുമല്ല. നേരത്തെ നമ്മൾ ടോട്ടൽ വോളിയം ആണ് കണ്ടത്. അതുകൊണ്ട് അത് രണ്ടും കൂടി ഒരെണ്ണത്തുമ്പോൾ മറ്റൊരു ഘനരൂപം സോളിഡ് ഫിക്സ് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ വോളിയം ആണ് ചോദിച്ചത്. ഇവിടെ അതല്ല ചോദിച്ചേക്കണേ. ഈ ഒരു സംഗതി, ഈ ഒരു സിലിണ്ടർ, ഈ വൃത്തസ്തംഭം മെൽറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? മറ്റൊരു കുറച്ച് ഗോളം രൂപത്തിലേക്ക് ആക്കി, ചെറിയ ചെറിയ ഉരുണ്ട സാധനങ്ങളാക്കി, സ്ഫിയർ എന്ന് പറയും നമ്മളതിനെ, അങ്ങനത്തെ ഉണ്ടാക്കിയെങ്കിൽ അങ്ങനത്തെ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച്, ആ കിട്ടിയ മൊത്തം വ്യാപ്തത്തിലുള്ള ലിക്വിഡ് ഉപയോഗിച്ച് എത്ര സ്ഫിയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ്. അങ്ങനെ അത് ചെയ്യണമെങ്കിൽ therefore number of spheres which can be made എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കിട്ടിയ ആൻസേഴ്സ് ഇല്ലേ, അതായത് 768, ആ ഒരു വ്യാപ്തത്തെ നമുക്ക് കിട്ടിയ ഒരു സ്ഫിയറിന്റെ വ്യാപ്തം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 36 കൊണ്ട്, 36 പൈനെയും കൊണ്ട് 768 പൈ തമ്മിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. പൈയും ക്യാൻസൽ ചെയ്ത് പോയി. 36 കൊണ്ട് നമുക്ക് 768നെ ഡിവൈഡ് ചെയ്യാം. എത്ര പ്രാവശ്യം പോകും? 2 times. 72 ആണ് വരിക. ബാലൻസ് 4 8. 4 ഇറക്കി എഴുതി 8. ഇനി എത്ര പ്രാവശ്യം പോകും? 36 42 48 ഉള്ളൂ. ഒരു പ്രാവശ്യം മാത്രമേ പോകുന്നുള്ളൂ. 36 ആണ്. ബാലൻസ് 12 ആണ് കിട്ടുക. നോക്കിയേ, കംപ്ലീറ്റ് ആയിട്ടുള്ള 21 എണ്ണം, 21 സ്ഫിയേഴ്സ് നമുക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാക്കാൻ പറ്റും. ബാക്കി വരുന്ന ഒരു റിമൈൻഡർ ആണ്. അപ്പൊ റിമൈൻഡർ നമ്മളിവിടെ പോയിന്റ് ഇട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളോട് എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 21 കംപ്ലീറ്റ് സ്ഫിയേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അത് നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 0 ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ അവിടെ വേണ്ട, കാരണം എണ്ണം നമ്മൾ ഒരിക്കലും ഡെസിമൽ നമ്പറിൽ, അതായത് ദശാംശ സംഖ്യയിൽ സൂചിപ്പിക്കാറില്ല. എണ്ണത്തെ സൂചിപ്പിക്കണമെങ്കിൽ ദ ഹോൾ നമ്പർ തന്നെ എടുക്കണം. അപ്പൊ 21 പോയിന്റ് സംതിങ് ഉണ്ട്. ആ പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ചെറുതാക്കാൻ പറ്റില്ല. വി മസ്റ്റ് ഗെറ്റ് ദ സ്ഫിയേഴ്സ് വിച്ച് ഈസ് ഓഫ് 3 സെന്റിമീറ്റർ റേഡിയസ്. നമുക്ക് കിട്ടേണ്ടത് 3 സെന്റിമീറ്റർ ആരമുള്ള ഗോളമാണ്. അങ്ങനെയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് എത്രണ്ണേ ഉള്ളൂ? 21 എണ്ണാണ്. അപ്പൊ 21 നമ്പേഴ്സ്, എണ്ണം, എത്രയും സ്ഫിയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതുപോലെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന എന്ത് രൂപങ്ങളാണെന്ന് നോക്കുക. അതിൽ രണ്ടിന്റെയും വോളിയംസ് കാണാം. വലിയ വോളിയമിനെ ചെറിയ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വലിയ വ്യാപ്തത്തെ ചെറിയ വ്യാപ്തം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചാൽ എണ്ണം കിട്ടും. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസും നമുക്ക് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്ന ക്വസ്റ്റ്യൻസിൽ ഫ്രീക്വന്റ് ആയിട്ട്
കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ 10 തരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് സോൾവ് ചെയ്യുമ്പോഴും അതിനകത്ത് ഉണ്ടാകും ക്വസ്റ്റ്യൻസ്, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, തന്നിരിക്കുന്ന രൂപം അതിൻ്റെ. അപ്പോൾ മെൽറ്റ് ചെയ്തിട്ട് റീകാസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലാറ്ററൽ സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയ ഒന്നുമല്ല, വോളിയം തന്നെയാണ്. വോളിയം തന്നെ അറിയണം. അപ്പം ഏതൊക്കെ ഫിഗറുകളാണോ തന്നിരിക്കുന്നത്, ഷേപ്പാണോ, അതിൻ്റെ രണ്ടിൻ്റെയും വോളിയം കാണാനുള്ള ഇക്വേഷൻ അറിയണം. ആ ഇക്വേഷനിൽ കൊടുത്ത് അവ കണ്ടുപിടിച്ചതിന് ശേഷം തമ്മിൽ ഡിവൈഡ് ചെയ്യാം. ചെറുതല്ല മുകളിൽ കിടക്കേണ്ടത്, വലിയ സംഖ്യ മുകളിൽ, വലിയ ഇതിനെയല്ലേ നമ്മൾ ഉരുക്കണേ, എന്നിട്ടല്ലേ ചെറുതിനെ ഉണ്ടാക്കണേ. അപ്പോൾ വലുതിനെയും കൊണ്ട് ചെറുത് എന്താ പറയുക ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം ന്യൂമറേറ്ററിൽ വേണ്ടത് വലിയ വ്യാപ്തമുള്ള സംഖ്യയാണ് എഴുതേണ്ടത്. ചെറുത് അടിയിൽ എഴുതുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എണ്ണം പോയിന്റ് ഇട്ടും നമ്മൾ കാണേണ്ട, റിമൈൻഡർ എവിടെ വരുന്നു, പിന്നെ അത് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വരെ ചെയ്താൽ മതി. ആ ഹോൾ നമ്പറാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 21 സ്ഫിയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. അപ്പോൾ ക്ലിയർ ആയല്ലോ. സോളിഡ്സ് എന്ന് പറയുന്ന, ഘനരൂപം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് മാത്രമല്ല, ഓരോ ഇക്വേഷൻസിലും എന്താ പറയുക, ചില കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പോയി കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ സോളിഡ്സിൻ്റെ ടോപ്പിക്ക് നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.